ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിൽ തൈക്കാട് ആശുപത്രി നൽകിയ റിപ്പോർട്ടിൽ വീഴ്ചയില്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, എപ്പോഴായിരിക്കും ഈ ഒരു യോഗം തുടങ്ങുക? വിഷ്ണു, ഏറ്റവും പുതിയ കാര്യം എന്ന് പറയുന്നത് തൈക്കാട് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം ഗർഭസ്ഥ ശിശു മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് പിഴവൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. ആശുപത്രിയിൽ നിന്നും ലഭിച്ച റിപ്പോർട്ടിൽ ഇത്തരത്തിലുള്ള പിഴവുകൾ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു അനാസ്ഥ ഡ്യൂട്ടി ഡോക്ടറുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടില്ല എന്നാണ് നിലവിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി നൽകുന്ന വിശദീകരണം. ഇന്ന് 12 മണിക്കാണ് ഉന്നതതല യോഗം ചേരുന്നത്. 11 മണിക്ക് നഴ്സിംഗ് കോളേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ 11 മണിക്ക് യോഗം ചേരും. അതിനുശേഷം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ചികിത്സാ പിഴവുകൾ, അനാസ്ഥകൾ തുടങ്ങിയ വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള യോഗമായിരിക്കും. ആരോഗ്യ മേഖലയിലെ വിദഗ്ധ ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ആലപ്പുഴ 75 വയസ്സുകാരിക്ക് ചികിത്സ നിഷേധിച്ച സംഭവം, അതുപോലെ തന്നെ പ്രസവ ചികിത്സയ്ക്കിടയിൽ പ്രസവത്തിനിടെ അമ്മ മരിച്ച സംഭവം, കോഴിക്കോട് ആശുപത്രിയിൽ അവയവമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതോടൊപ്പം തന്നെ ഈ കയ്യിൽ കമ്പിയിട്ടത്, കാലിലെ കമ്പി, അങ്ങനത്തെ വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള തൈക്കാട് ആശുപത്രിയിലെ ചികിത്സാ പിഴവുകൾ അല്ലെങ്കിൽ ചികിത്സയിലെ അനാസ്ഥ കാരണം മരണപ്പെട്ട ഗർഭസ്ഥ ശിശുവിൻ്റെ സംഭവം, ഇതെല്ലാമൊക്കെ തുടരെ ആരോഗ്യ മേഖലയിൽ എല്ലാ ദിവസവും ആരോഗ്യ മേഖലയിലെ ഡോക്ടർമാരുടെ പിഴവുകൾ കൊണ്ടോ ആശുപത്രിയുടെ പിഴവുകൾ കൊണ്ടോ ഒരുപക്ഷെ സാധാരണക്കാർ കേൾക്കുന്ന പ്രഹരമാണ് ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗിലേക്ക് അല്ലെങ്കിൽ ഒരു ഉന്നത യോഗത്തിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് വേണം മനസ്സിലാക്കാനായിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇന്ന് യോഗം ചേർന്ന തീരുമാനമുണ്ടാകുമെന്നൊരു കാര്യമാണ് ആരോഗ്യ മേഖലയിൽ നിന്നും അറിയിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുള്ള ചികിത്സാ പിഴവുകളിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയല്ലാതെ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഈ ആരോപണങ്ങളേറ്റ ഡോക്ടർമാരെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ 15 ദിവസത്തേക്ക് 10 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയല്ലാതെ മറ്റു നടപടികളിലേക്ക് പോവുകയോ, എന്താണ് ഇത്തരത്തിൽ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ ഇത്തരത്തിലുള്ള പിഴവുകൾ സംഭവിക്കാനുള്ളത് എന്ന് ഇതുവരെ വകുപ്പ് മന്ത്രിക്കോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ഉന്നത വിദഗ്ധർക്കോ ഒന്നും കണ്ടെത്താനായിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും കൂടിയാണ് ഇന്ന് അടിയന്തരമായിട്ട് യോഗം ചേരുന്നത് വേണം മനസ്സിലാക്കാൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ തൈക്കാട് ആശുപത്രിയിൽ ഗർഭസ്ഥ ശിശു മരിച്ച സംഭവം ഇന്നലെ വലിയ രീതിയിൽ ഒരു വാർത്തയായിട്ടുള്ളതായിരുന്നു. ഒരച്ഛൻ പിഞ്ചു കുഞ്ഞിൻ്റെ മൃതദേഹം വിട്ടുകിട്ടാൻ വേണ്ടി 3 ദിവസത്തോളമായിട്ട് മോർച്ചറിയുടെ മുന്നിൽ കാവലിരിക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുക അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് അവകാശപ്പെടുമ്പോഴും നീതി ആയോഗിൻ്റെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് അല്ലെങ്കിൽ ആ സൂചികയിലൊക്കെ ആദ്യ സ്ഥാനങ്ങൾ വന്ന സംസ്ഥാനമാണ് കേരളമെന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ള മെഡിക്കൽ നെഗ്ലിജൻസ്, അതായത് ഇങ്ങനെയുള്ള ചികിത്സാ പിഴവുകളൊക്കെ സംഭവിക്കുന്നത് വലിയ രീതിയിൽ വലിയ രീതിയിൽ തന്നെ ഈ ആരോഗ്യ മേഖലയെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളിലൊന്നും ഒരുപക്ഷെ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ കാര്യമായിട്ടുണ്ടായിട്ടില്ല. അത്തരം ആക്ഷേപങ്ങളൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് ഉന്നതതല യോഗം ചേർന്നത്. യോഗത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചികിത്സാ പിഴവുകൾ ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായതും ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നും ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള ഇത്തരം പിഴവുകളെ പറ്റി ചർച്ചയാകും. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പിഴവുകൾ ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത് തുടങ്ങിയ വിഷയങ്ങളിലാണ് ചർച്ചയാകുന്നത്. 12 മണിക്കാണ് തിരുവനന്തപുരത്ത് യോഗം ചേരുന്നത്. ഇന്നലെയാണ് ഈ തൈക്കാട് ആശുപത്രിയിലെ ഗർഭസ്ഥ ശിശു മരിച്ച സംഭവം കൂടി വലിയ രീതിയിലുള്ള വാർത്തയായതോടുകൂടിയാണ് അടിയന്തരമായിട്ട് ആരോഗ്യമന്ത്രി യോഗം വിളിച്ചു ചേർത്തത്. വിഷ്ണു, ടിൻഡു, മറ്റൊരു കാര്യം, ഇത്തരത്തിൽ ചികിത്സാ പിഴവുകളെ കൂടാതെ തന്നെ മറ്റ് പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോവുകയാണ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ മരുന്ന് ക്ഷാമം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും ഒരു ചർച്ചകളും ഉണ്ടാകേണ്ട ഒരു സാഹചര്യം കൂടിയില്ലേ? തീർച്ചയായും ആ വിഷയങ്ങളും ചർച്ചയാകുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാം. മരുന്നുക്ഷാമത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ആരോഗ്യ മേഖല മാത്രം അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ വിഭാഗത്തിലെ ആളുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചയായിരിക്കില്ല അതിന് പരിഹാരമെന്നാണ് നമുക്കൊരു പ്രഥമ ദൃഷ്ടിയ മനസ്സിലാവുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം മരുന്ന് വിതരണം സംബന്ധിച്ചിടത്തോളം നിരന്തരം നമ്മൾ തന്നെ വാർത്ത കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് 1000 കോടി രൂപയിൽ പുറത്താണ് മരുന്ന് വിതരണ കമ്പനികൾക്കായിട്ട് നൽകാനുള്ളത്. അതോടൊപ്പം തന്നെ സർജിക്കൽ എക്യുപ്മെന്റ്സ്
മെഡിസിൻ വിതരണ കമ്പനികൾക്കും ഇതേ രീതിയിൽ തന്നെ നൽകാനുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഈ തലാമീസിയ പോലുള്ള രോഗങ്ങൾ, ഈ രക്തവുമായി സംബന്ധിക്കുന്ന രോഗങ്ങൾ, അതോടൊപ്പം തന്നെ ഗുരുതര രോഗങ്ങൾ, ഇതിനൊന്നുള്ള മരുന്നുകൾ, സബ്സിഡി ഇനത്തിൽ നൽകുന്ന മരുന്നുകൾ പോലും ഈ ആശുപത്രികൾ ലഭിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഒരുപക്ഷെ ഇന്ന് ചർച്ചയാകും. ഇന്ന് പ്രധാനമായും ചർച്ചയാകുന്നത് മരുന്ന് വിഷയങ്ങൾക്ക് പുറമെ ഈ ആശുപത്രിയിലെ ഇത്തരത്തിലുള്ള വീഴ്ചകൾ തന്നെയാണ്. വീഴ്ചകൾ അത് ഒന്നല്ല രണ്ടല്ല, ദിനം പ്രതി സംസ്ഥാനത്തെ ഓരോ മെഡിക്കൽ കോളേജ് ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം ദിനം പ്രതി ഇത്തരത്തിൽ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ട് 3 തവണയാണ് ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകൾ ആരോപിച്ചുകൊണ്ട് പൊതുജനം രംഗത്ത് വരുന്നത്. അതോടൊപ്പം തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായാലും ഇപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം നൽകുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രിയാണ് തൈക്കാട് ആശുപത്രി. തൈക്കാട് ആശുപത്രിയിലും ഡ്യൂട്ടി ഡോക്ടറുടെ അനാസ്ഥ കാരണം ഒരു കുഞ്ഞു മരിക്കുന്നു. അപ്പോൾ സാധാരണക്കാരന് ഒരു വിധത്തിലും സുരക്ഷിതത്വം അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വിധത്തിലും സുരക്ഷിതത്വം നൽകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ചർച്ച ചെയ്യുന്നത് ഈ മഴക്കാലപൂർവ്വ രോഗങ്ങളെ പറ്റിയിട്ടൊക്കെ തന്നെയാണ്. നമുക്കറിയാം സംസ്ഥാനത്ത് 1000-ലധികം രോഗികളാണ് ഒരു ദിവസം പനി അതുപോലെ തന്നെ സാംക്രമിക രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രികൾ എത്തുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ വാർത്ത കൊടുത്തുന്നു, ഹെപ്പറ്റൈറ്റിസ് മറ്റുമായിട്ടും അതോടൊപ്പം തന്നെ ഡെങ്കു തുടങ്ങിയ രോഗങ്ങൾക്കായി ദിനം പ്രതി, അതായത് കഴിഞ്ഞ വർഷത്തേക്കാളും ഇരട്ടിയാണ് ഇത്തവണ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടെ അതും കൂടി ഈ വിഷയങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ആരോഗ്യ മേഖല വലിയ രീതിയിൽ പിന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലും കൂടിയാണ് ചർച്ചയിലേക്ക് കടക്കുന്നതെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. വിഷ്ണു, വ്യക്തമാണ്. ടിൻഡു ദാസാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.